എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കയ്യിലുള്ള ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് യാതൊരുവിധ ബുദ്ധിമുട്ടുകളുമില്ലാതെ വളരെ എളുപ്പത്തിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് എങ്ങനെ മാറ്റാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. പലപ്പോഴും നമുക്ക് അടിയന്തരമായി പണം ആവശ്യമായി വരുമ്പോൾ ക്രെഡിറ്റ് കാർഡിൽ പണമുണ്ടായിട്ടും അത് ബാങ്കിലേക്ക് മാറ്റാൻ ഉയർന്ന സർവീസ് ചാർജുകൾ നൽകേണ്ടി വരാറുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ആപ്പ് വഴി നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ചിലവിലോ അല്ലെങ്കിൽ വലിയ ഡിസ്കൗണ്ടുകളോടെയോ ഈ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാൻ സാധിക്കും. അതിനായി നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്പിന്റെ പേര് ഗോപേസ എന്നാണ്. ഇന്ത്യയിലുടനീളം ലക്ഷക്കണക്കിന് ആളുകൾ വിശ്വസ്തയോടെ ഉപയോഗിക്കുന്ന ഒരു മികച്ച ആപ്ലിക്കേഷനാണിത്. ഈ ആപ്പിലെ ഇൻസ്റ്റന്റ് മണി ഫീച്ചർ ഉപയോഗിച്ചാണ് നമ്മൾ ക്രെഡിറ്റ് കാർഡിലെ പണം ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇതിനായി ആദ്യം തന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ലിങ്ക് വഴി നിങ്ങൾ ഗോപേസ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫുൾ നെയിം, ഇമെയിൽ ഐഡി ആൻഡ് മൊബൈൽ നമ്പർ നൽകി സൈൻ അപ്പ് ചെയ്യുക. ആപ്പ് ഓപ്പൺ ചെയ്ത ശേഷം ഇൻസ്റ്റന്റ് മണി തിരഞ്ഞെടുക്കുക. ശേഷം നിങ്ങളുടെ സിം വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. തുടർന്ന് നിങ്ങളുടെ പേരും പാൻ കാർഡ് നമ്പറും എൻ്റർ ചെയ്യുക. എന്നിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇനി പേ വയ ക്രെഡിറ്റ് കാർഡ് സെലക്ട് ചെയ്യുക. അടുത്ത പേജിൽ ട്യൂഷൻ ക്ലിക്ക് ചെയ്യണം. ഇനി നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന തുക എത്രയാണോ അത് അവിടെ ടൈപ്പ് ചെയ്യുക. ശേഷം പണം സ്വീകരിക്കേണ്ട ആളുടെ പേരും മൊബൈൽ നമ്പറും താഴെ കാണുന്ന ചെക്ക് ബോക്സും ടിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യണം. ഇനി റിസീവറിന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും പാൻ നമ്പറും കൃത്യമായി നൽകണം. തുടർന്നുള്ള പേജിൽ നിങ്ങൾക്ക് പണം അയക്കാൻ വ്യത്യസ്ത ട്രാൻസ്ഫർ ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. പണം എത്രയും വേഗം അക്കൗണ്ടിലെത്താൻ നിങ്ങൾക്ക് അനുയോജ്യമായ ഓപ്ഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി പണം ട്രാൻസ്ഫർ ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അവിടെ നിങ്ങൾക്ക് കൂപ്പൺസ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് സ്ക്രീനിൽ കാണുന്ന GB94 എന്ന കൂപ്പൺ കോഡ് ടൈപ്പ് ചെയ്ത് അപ്ലൈ ചെയ്യുക. ഈ കോഡ് ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചാർജുകളിൽ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ആകർഷകമായ ക്യാഷ്ബാക്ക് ലഭിക്കുന്നതായിരിക്കും. അതിനാൽ പേയ്മെന്റ് ചെയ്യുന്നതിന് മുൻപ് GB94 എന്ന കോഡ് നൽകാൻ മറക്കരുത്. കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്തതിനു ശേഷം പ്രൊസീഡ് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ, ക്രെഡിറ്റ് കാർഡിന്റെ നമ്പർ, എക്സ്പയറി, CVV എന്നിവ എൻ്റർ ചെയ്യണം. തുടർന്ന് വരുന്ന OTP കൂടി നൽകി പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങൾ തിരഞ്ഞെടുത്ത ഓപ്ഷൻ അനുസരിച്ച് തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ സ്വന്തം അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളുടെ ഫ്രണ്ട്സ് ഓർ റിലേറ്റീവ് ഡീറ്റെയിൽസ് നൽകി അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് UPI വഴി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി. അടിയന്തര ഘട്ടങ്ങളിൽ പണം കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു മാർഗമാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.